ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് പെന്തക്കുസ്ത തിരുനാൾ ദിനം. 9 ദിവസം പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി നമ്മളൊക്കെ പലതരം സുഹൃജപങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലിയിരുന്നു. എല്ലാവർക്കും ഒരുപോലെ ചെല്ലാൻ പറ്റിയിട്ടുണ്ടാകില്ല. എന്നാലും ഞാൻ കണക്ക് നോക്കിയപ്പോൾ 15,000 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ ഈ 9 ദിവസം കൊണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്നും ആത്മാർത്ഥമായിട്ടുള്ള വിളിയായിരിക്കില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ വിശുദ്ധരാകണം. എങ്കിലും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടെങ്കിലും ഈ റുഹാദുകുദാശ് തമ്പുരാനെ വിളിക്കാൻ പറ്റി, അത്രയേ ഉള്ളൂ. അങ്ങനെ വിളിച്ച് കണക്ക് കൂട്ടി ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ സാധിച്ചല്ലോ. യോഗ്യതയില്ലാത്തതാണെങ്കിലും വെറുതെ അതര വ്യായാമമാണ് എങ്കിലും പരിശുദ്ധാത്മാവേ എന്ന് 15,000 പ്രാവശ്യം എനിക്ക് വിളിക്കാൻ ഈശോ കൃപ തന്നു. ഞാൻ എന്തായാലും ഇത് ഞങ്ങളുടെ ഇടവകപ്പള്ളിയാണ് കേട്ടോ. ഇടവകപ്പള്ളിയിൽ ഞങ്ങളുടെ വികാരിയച്ഛൻ പന്തക്കുസ്ത തിരുനാൾ നന്നായി ആഘോഷിച്ചു. നല്ല അനുഭവമുള്ളൊരു കുർബാന, അതുപോലെ പന്തക്കുസ്ത അനുഭവം ചിത്രീകരണം വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പെന്തക്കുസ്ത തിരുനാൾ ദിവസമായിട്ടുള്ള ഇന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു സമ്മാനത്തെക്കുറിച്ച് പറയാനാണ്. മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു 3 സ്ഥലത്തേക്ക് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. രോഗം ഇനി കൂടുതലാകുമ്പോഴേക്കും ഞാൻ ആഗ്രഹിച്ച 3 കാര്യം സാധിക്കാൻ. അതിലൊന്നായിരുന്നു വേളാങ്കണ്ണി യാത്ര. അത് വളരെ മനോഹരമായി അമ്മ ക്രമീകരിച്ചു. ട്രെയിനിലായിരുന്നു യാത്ര. രണ്ടാമത് ഞാൻ ആഗ്രഹിച്ചത് ഈശോയുടെ മുഖം പതിഞ്ഞ വിളക്കന്നൂർക്കൊന്ന് പോകണമെന്നാണ്. അത് സാധിച്ചു. പക്ഷേ ഞാൻ യാത്ര ചെയ്തത് കാറിലാണ്. അത് കുറച്ച് ദുഷ്കരമായിരുന്നു. കിടന്നേ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും അതും പൂർത്തീകരിച്ചു. പിന്നെ ഒരു സ്ഥലം എനിക്ക് ബാധ്യതയുള്ളത്, ഞാൻ സിസ്റ്റർ മരിയ സെലിൻ്റെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു കാര്യം സാധിച്ചു തന്നിരുന്നു. അതിന് നന്ദി പറയാൻ ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അത് സാധിക്കുമോ എന്നറിയില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഞങ്ങൾ അങ്ങോട്ടും പോയി. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ ആര്യസേച്ചിക്ക് വയ്യ എന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇങ്ങനെ നടക്കുന്നു? അതാണ് ആര്യസേച്ചിയിൽ കൂടെ ഈശോയും പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും നടത്തുന്ന അത്ഭുതം എന്നേ എനിക്ക് പറയാൻ പറ്റൂ. എൻ്റെ 3 ആഗ്രഹങ്ങളും ഈശോ സാധിപ്പിച്ചു തന്നു. അവസാനത്തെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുള്ളതായിരുന്നു, ഈ കാര്യം നടന്നാൽ ഞാൻ വരാമെന്ന്. പക്ഷേ 3 വർഷം മുമ്പ് ഞാൻ രോഗിയായി. അപ്പോൾ കാര്യം നടന്നിട്ടുണ്ടായിരുന്നില്ല. 1 വർഷമായിട്ടേ ഉണ്ടായുള്ളൂ ഈ കാര്യം നടന്നിട്ട്. അതുകൊണ്ട് നന്ദി പറയാൻ എനിക്ക് വരണം. ഞാൻ അങ്ങനെ യാത്ര ദുഷ്കരമായിരുന്നു, എങ്കിലും വന്നു. ഈ മരിയാസെലിൻ സിസ്റ്ററിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു. മരിയാസെലിന് ഈശോ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണിത്. അവിടെ ഒരു ഗ്രോട്ടോയുണ്ട്. അങ്ങനെ ആത്മീയമായി ഈശോയുടെ അടുത്ത് പോകുമ്പോൾ മരിയാസെലിൻ ഓടി കോൺവെൻറ്റിൽ നിന്ന് ഇങ്ങോട്ടാണ് വരിക. അതൊരു കടൽ തീരം. ഇതൊക്കെ ഞാൻ മുന്നേ നിങ്ങൾക്ക് വീഡിയോ തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് പറയേണ്ട കാര്യം ഉണ്ടാവില്ല. ഈ കടൽ തീരത്ത് ഇങ്ങനെ വന്നിരുന്നാൽ വേറെ ഒന്നും വേണ്ട എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഇവിടെ വന്നിരുന്നാൽ, ഇവിടെ മരിയാസെലിന് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഈശോയുടെ ഒരു കരുണയുടെ, ഈശോയുടെ പാടുപീടുകളുടെ ഒരു ചിത്രീകരണമുണ്ട്. അവിടെ ഇരുന്ന് ഞങ്ങൾ കരുണക്കൊന്ത ചൊല്ലി നന്ദി പറഞ്ഞു. ഗ്രോട്ടോയുണ്ട്. ഇവിടെ മുട്ടുകുത്തി നിൽക്കും സിസ്റ്റർ മരിയാസെലിൻ ഈ ദർശനമുണ്ടാകുമ്പോൾ. അവിടെ ഈശോയുടെ പീഡാസഹനങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെയുള്ള സഹനങ്ങൾ സിസ്റ്റർ മരിയാസെലിന് സംഭവിച്ചിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ ധന്യപദവിയിലേക്ക് ഉയർത്തിയിട്ടുള്ളതും. ഇനി വിശുദ്ധ എന്ന് നാമകരണം ചെയ്യപ്പെടണം. അതിനുവേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. കാരണം അത്രമാത്രം അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിത്വമാണിത്. ആ അകലെ കാണുന്ന ഈശോയുടെ ചിത്രീകരണം ഉണ്ടല്ലോ, അവിടെ വെച്ചാണ് സിസ്റ്റർ മരിയാസെലിൻ ഇങ്ങനെ ജീവിതത്തിൽ ആത്മീയതയിലേക്ക് പോയി കഴിയുമ്പോൾ ഈശോയുടെ വിളി വരും, നീ ഇങ്ങോട്ട് വാ എന്ന്. അപ്പോൾ ഏതോ ഒരു ലോകത്തെന്ന പോലെ ചുറ്റുപാടുള്ളതിനെല്ലാം മറന്ന് ഓടി വരും. ഇവിടെ വന്ന് മുട്ടുകുത്തും. അവിടെ വെച്ച് ഈശോ ദർശനങ്ങൾ കൊടുക്കും.
പാടുവീടുകൾ കൊടുക്കും. അതാണ് ഈ സ്ഥലം. ഇവിടെയാണ് അനുഭവങ്ങളുണ്ടാവുക. പല ഡോക്ടർമാരും എല്ലാവരും കൂടി സൂചി കൊണ്ട് കുത്തലും അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ട്. സിസ്റ്റർ മരിയാസിനെ കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ സ്ഥലം എൻ്റെ അച്ഛൻ മകൻ ലീവിന് വന്ന സമയമാണ്. എൻ്റെ രോഗാവസ്ഥ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് വന്നതാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുക, അച്ഛൻ അമ്മയുടെ കൂടെ യാത്ര ചെയ്യുക ഒക്കെ സന്തോഷമാണല്ലോ. അതുകൊണ്ടാണ് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ മറന്നിട്ട് അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യാൻ വരുന്നത്. അങ്ങനെ എൻ്റെ 3 ആഗ്രഹങ്ങളും സാധിച്ചു. അതിനുശേഷം പരിശുദ്ധാത്മാവ് എനിക്കൊരു സമ്മാനം തന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സിസ്റ്റർ മരിയാസിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും തരണമേ എന്ന്. അതൊക്കെ പ്രാർത്ഥിച്ചാലും നമ്മൾക്ക് അനുഗ്രഹം, ആത്മാവിൻ്റെ ജ്വലനുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചാൽ മനസ്സിലാകും. അതിന് കുറേ നമ്മൾ പണിപ്പെടണം. എല്ലാം മറക്കാനും എല്ലാം പൊറുക്കാനും ഒക്കെ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മാതാവേ, ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ നിറക്കി വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നൊക്കെ മോചനം താ, ഞങ്ങളുടെ സംസാരം പ്രവൃത്തികളൊക്കെ ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാക്ക് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറയാൻ എനിക്ക് ഒരിക്കലും ധൈര്യമില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാൽ ഞാൻ വിശുദ്ധിയായി മാറുമല്ലോ. അതിനാണ് ട്രൈ ചെയ്യുന്നതും ശ്രമിക്കുന്നതൊക്കെ. പക്ഷേ എത്രത്തോളം അത് സാധ്യമാവുന്ന ദൈവത്തിനെ അറിയൂ. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവല്ല, അത് പരിശുദ്ധ തൃത്വത്തിലെ 3-ാം ദൈവം തമ്പുരാനാണ്. ദൈവം തമ്പുരാൻ നമ്മളിൽ ആവസിച്ചാൽ നമ്മൾ ആരായി മാറും? ദൈവത്തിൻ്റെ ആലയമായി മാറും. അങ്ങനെ ഒരു ആവാസം എനിക്കുണ്ടാകാൻ പ്രാർത്ഥിക്കണം, കഠിനമായി ശ്രമിക്കണം. ഓരോ ദിവസവും അതിനുവേണ്ടി ശ്രമിക്കും. പിന്നെ ഈശോയ്ക്കറിയാം നമ്മൾ ബലഹീനരാണെന്ന്. പ്രിയ കൂട്ടുകാരെ, സിസ്റ്റർ മരിയാസിൻ്റെ അവിടെ നിന്ന് ഞാൻ പോയത് ഒരു ആത്മീയമായ ഒരു മകൻ്റെ അടുത്തേക്കാണ്. എനിക്ക് പരിചയമുള്ളൊരു മകൻ. ആ മകൻ്റെ വീട്ടിലേക്ക് അമ്മയെ കാണാൻ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല, വണ്ടിയിൽ ബാക്കിൽ കിടന്നിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ ഗട്ടറൊക്കെ വരുമ്പോൾ ഉള്ള ആ അടിയുണ്ടല്ലോ അങ്ങനെ, അപ്പോൾ അത് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ നോക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ മകൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച നമ്മളെ അതിശയിപ്പിക്കുന്നതായിരുന്നു കേട്ടോ. അതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പോകുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ബുക്കുകളുടെ കളക്ഷൻ, അതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ ഈ ഷെസ്റ്റോക്കോവ മാതാവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു മാതാവിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്. 2 വീഡിയോയേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇടാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ബെഡിൽ ഇങ്ങനെ എൻ്റെ പുസ്തകങ്ങളൊക്കെ നിരത്തി വയ്ക്കും. കാരണം സുഖമില്ലാത്ത സമയത്ത് കിടന്നിട്ട് തന്നെയാണ് പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കാറ്. അപ്പോൾ ഈ പുസ്തകം ഞാൻ യാത്രയ്ക്ക് പോണേക്കാൾ മുൻപ് ഇങ്ങനെയാണ് ഇരുന്നിരുന്നത്. മുകളിൽ വന്നിരുന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പുസ്തകത്തിന് മുകളിലേക്ക് വയ്ക്കാൻ സാധ്യതയില്ല. അത് വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ അത് അടിയിലായിരുന്നു. പക്ഷേ ഞാൻ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ പുസ്തകം ഇങ്ങനെ മുകളിലാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് പണ്ട് ഞാൻ പറഞ്ഞ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെസ്റ്റോക്കോവ മാതാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വലിയ അത്ഭുതകരമായിട്ട് കാര്യങ്ങളാണ് ഈ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ഉത്ഭവം തന്നെ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൂക്കാ സുവിശേഷകൻ പരിശുദ്ധ അമ്മേനെ നേരിട്ട് നോക്കി വരച്ചിട്ടുള്ളതാണ് ഈ ഷെസ്റ്റോക്കോവ മാതാവ്. അത് യോഹന്നാൻ്റെ കൂടെ അമ്മ താമസിക്കാനായിട്ട് വന്നപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് വലിയ പുണ്യപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നത് ഈശോ ആദ്യമായി സൈപ്രസ് തടി കൊണ്ടുണ്ടാക്കിയ ഒരു നിർമ്മിച്ച മേശയാണ് അമ്മ ഒരു കാണാമുതലായിട്ട് കൊണ്ടുവന്നത് യോഹന്നാൻ്റെ അടുത്തേക്ക്. അങ്ങനെ ആ മേശയിന്മേലാണ് അമ്മയുടെ കണ്ണുനീരും ദുഃഖങ്ങളും അമ്മ പണികൾ ചെയ്തിരുന്നതും ഒക്കെ. അപ്പോൾ ആ മേശയുടെ അടുത്തിരുന്നാണ് അത്രേ ലൂക്കാ സുവിശേഷകൻ ഈ പടം വരച്ചത്. മേശയിന്മേലാണ്, ആ തടിയിന്മേലാണ് വരച്ചത്.
അമ്മയോടൊപ്പം വന്ന കുറേ സ്ത്രീകളുണ്ടായിരുന്നല്ലോ, അവരാണ് ആദ്യത്തെ സന്യാസിനികൾ. അങ്ങനെയാണ് നമ്മൾ അറിയുക നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ. അമ്മയുടെ കൂടെ ഈശോയെ അനുഗമിച്ച ഭക്തയായ കന്യാസ്ത്രീകൾ അമ്മയുടെ കൂടെ തന്നെ പോന്നു. അമ്മ പിന്നെ അതൊരു സന്യാസ സമൂഹമായി അമ്മ അതിനെ നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ അമ്മ വീട്ടിലേക്ക് ലൂക്കാ സുവിശേഷകൻ എത്തി. സുവിശേഷം രചിക്കാൻ അമ്മയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാണ്. അങ്ങനെ ഈ മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നാണ് ഇവർ സംസാരിച്ചിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സന്യാസിനികൾ, അതായത് ആദ്യത്തെ കന്യകമാർ ലൂക്കായോട് പറഞ്ഞു, അദ്ദേഹം വരക്കാരനാണ്, ചിത്രകാരൻ, അതുകൊണ്ട് അമ്മയുടെ ഒരു ചിത്രം വരയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മേശയുടെ അപ്പുറത്തിരിക്കുന്ന അമ്മയെ നോക്കി വരച്ചതാണ് ലൂക്കാ സുവിശേഷകൻ വരച്ച ചിത്രങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അവിടെ അമ്മ പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ അനുസരിച്ചാണ് ഉണ്ണീശോയെ വരച്ചത്. ലോകം കണ്ട ആദ്യത്തെ ഉണ്ണീശോയുടെ ഛായാചിത്രമാണ് ലൂക്കാ സുവിശേഷകൻ വരച്ച ചിത്രങ്ങളിൽ കാണുന്ന ഉണ്ണീശോയുടെ ചിത്രം. അപ്പോൾ ലൂക്കാ സുവിശേഷകൻ അന്ന് അമ്മയെ നോക്കി 4 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതിലാദ്യത്തെ ചിത്രമാണ് ഷെസ്റ്റോക്കോവ മാതാവ്. രണ്ടാമത്തെ ചിത്രമാണ് ഹൊഡേഗേട്രിയ എന്ന്, യഥാർത്ഥ വഴിയിലേക്ക് നയിക്കുന്നവൾ എന്നർത്ഥമുള്ള രണ്ടാമത്തെ ചിത്രം. അതെൻ്റെ കയ്യിലില്ല കേട്ടോ. എൻ്റെ ഒരു ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ മാതാവ് യഥാർത്ഥ വഴിയിലേക്ക് നയിക്കുന്നവൾ എന്നാണ് പേരിട്ടിട്ടുള്ളത്. അതായത് പിന്നീട് അത് റഷ്യയിലെ പരിശുദ്ധ കന്യക മാതാവായി തീർന്നു. മൂന്നാമത്തെ മാതാവിൻ്റെ ചിത്രമാണ് റോമൻ ജനതയുടെ സംരക്ഷക, പ്രൊട്ടക്ട്രസ് ഓഫ് റോമൻ പീപ്പിൾ. നാലാമത്തെ ചിത്രമാണ് നമ്മൾ ഇപ്പോൾ വെച്ച് ആദരിക്കുന്ന നിത്യസഹായ മാതാവ്, പെർപെച്വൽ സക്കർ. അങ്ങനെ 4 ചിത്രങ്ങൾ ലൂക്കാ സുവിശേഷകൻ വരച്ചിരുന്നു. അതിലാദ്യത്തെ ചിത്രമാണ് ഷെസ്റ്റോക്കോവ മാതാവ്. ആ കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ പുസ്തകം ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് ഓർമ്മയിലില്ല. അത്ഭുതകരമായിട്ട് പുസ്തകം അങ്ങനെ ഉയർന്നു വന്നു എന്നൊന്നല്ല പറയുന്നത്. ഞാൻ എങ്ങനെയോ ഈ പുസ്തകം എൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. യാത്ര കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാനത് അറിയുന്നത്, ഒരു അത്ഭുതമെന്നാണ്. അപ്പം ഞാൻ ഈ മകൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കുറേ കാഴ്ചകൾ കണ്ടു കേട്ടോ. ഈ ഷെസ്റ്റോക്കോവ മാതാവിനെ അവിടെ കണ്ടു. ഷെസ്റ്റോക്കോവ മാതാവിന് വീണ്ടും കുറേ ചരിത്രമുണ്ട്. ഈ മാതാവിൻ്റെ ചിത്രം കന്യകമാരാണ് സൂക്ഷിച്ചത്. ഈ ആദ്യത്തെ സന്യാസികളാണ് ഇത് സൂക്ഷിച്ചത്. പിന്നീട് ഹെലന രാജ്ഞി ഇങ്ങനെ ഒരു സന്യാസി സമൂഹം ഉണ്ട് എന്നറിഞ്ഞ് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഹെലന രാജ്ഞി വന്നു. അപ്പോൾ ഈ സന്യാസികളുടെ കൂട്ടത്തിൽ ഈ 4 ചിത്രങ്ങളും കണ്ടു. അതിലൊരു ചിത്രം ഈ ഷെസ്റ്റോക്കോവ മാതാവിനെ ഹെലന രാജ്ഞി കൊണ്ടുവന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മോൻ്റെ അടുത്ത് എത്തിച്ചു. അങ്ങനെ പിന്നെ അവിടെ അത് പ്രതിഷ്ഠിച്ചു. ആ നഗരത്തിന് ന്യൂ റോം എന്ന് പേരിട്ടു. പിന്നീട് കുറേ ക്രൈസ്തവ വിരുദ്ധന്മാർ പരിശുദ്ധ അമ്മയുടെ ഈ ചിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ രാജ്ഞിമാരിൽ നിന്ന് രാജ്ഞിമാരിലേക്കാണ് കൈമാറി കൊടുത്തത്. അവസാനം ഈ ചിത്രം പിന്നീട് ഒരു രാജാവ് അവിടെ വന്ന് രാജാവിൻ്റെ അടുത്തത് ഞാൻ കുറേ നിങ്ങൾക്ക് ഇതെല്ലാം ഇട്ട് തന്നിട്ടുണ്ട്. ഹംഗറിയിലെ വിശുദ്ധ ലാഡിസ്ലാവോസ് രാജാവ് അങ്ങനെ ഭരണമേറ്റെടുത്തോടെ പിന്നെ റഷ്യൻ പ്രഭുക്കന്മാരുടെ അധീനതയിലുണ്ടായ കോട്ടകളും യുദ്ധം ചെയ്ത് തിരിച്ചു പിടിക്കാൻ അദ്ദേഹം നിർബന്ധിതമായി. അങ്ങനെ കോട്ട പിടിച്ചെടുക്കിയതിന് ശേഷം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ ചിത്രം നല്ലൊരു ചാപ്പലിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഈ പ്രതിഷ്ഠിച്ച മാതാവിൻ്റെ ഈ ചിത്രം ടാർട്ടാർ വംശജരുടെ ആക്രമണത്തിന് ഇരയായി. അങ്ങനെ മാതാവിൻ്റെ ചിത്രത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നു എന്നറിഞ്ഞതുകൊണ്ട് ഇതിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി സൂക്ഷിക്കണം എന്ന് വിചാരിച്ച് രാജകുമാരൻ ഒപാല നഗരത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. അങ്ങനെ മാതാവിൻ്റെ ഈ ചിത്രം 1352 ഓഗസ്റ്റിൽ ഷെസ്റ്റോക്കോവ നഗരത്തിലെത്തിയപ്പോൾ രാത്രി ആയതുകൊണ്ട് മാതാവിൻ്റെ ഒരു ചാപ്പലിൽ ഈ ചിത്രം വെച്ചിട്ട് രാജാവും പരിവാരങ്ങളും വിശ്രമിക്കാൻ പോയി. എന്നിട്ട് പിറ്റത്തെ ദിവസം രാവിലെ ചിത്രം എടുത്ത് പോവാമെന്ന് വിചാരിച്ചപ്പോൾ ചിത്രം വഹിച്ച വാഹനം കുതിരകൾ അനങ്ങണില്ല.
അപ്പോൾ രാജാവിന് മനസ്സിലായി ഇതിൽ എന്തോ കാര്യമുണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഈ ചിത്രം നിങ്ങൾ ജാസ്ന ഗോരോയിൽ ഇത് പ്രതിഷ്ഠിക്കണമെന്ന്. ഈ ഷെസ്റ്റോക്കോവയിൽ തന്നെ ബ്രൈറ്റ് ഹിൽ എന്ന അർത്ഥമുള്ള ജാസ്ന ഗോരോയിൽ അങ്ങനെ ആ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. പിന്നീട് പൗളിൻ സന്യാസിമാരാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ഇതൊക്കെ രേഖകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ചുരുക്കി പറയാണ്. പിന്നീട് ഈ ചിത്രം വീണ്ടും ഇങ്ങനെ ക്രൈസ്തവ വിരുദ്ധർ വന്ന് അവരതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഹൂസറ്റ് പാഷണ്ഡതക്കാർ അവസാനം അവർ ഇതിനെ വെട്ടി കുത്തി മുറിവേൽപ്പിച്ച് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരുടെ ഈ കുതിരകൾ ഇതുപോലെ അനങ്ങാതെ നിന്നു. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ട് അവർ ഇതിനെ വലിച്ചെറിഞ്ഞ് തകർക്കാൻ ശ്രമിച്ചു. അപ്പോൾ ക്യാൻവാസിലൊക്കെ പൊട്ടലുകളുണ്ടായി. അതിലും അവർക്ക് മതി വരാണ്ട് ഒരുത്തൻ വാളെടുത്ത് പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിന് ആഞ്ഞു വെട്ടി. ആ മുറിവാണ് ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ കവിളിൽ കാണുന്ന 2 മുറിവുകൾ. അങ്ങനെ വെട്ടിയിട്ട് അവൻ്റെ വാൾ പിന്നെ ഉയർത്താൻ പറ്റിയില്ല. അവൻ നിലത്ത് വീണ് മരിക്കുകയാണ്. ആ കൂട്ടത്തിൽ മാതാവിനെ വെട്ടാൻ ശ്രമിച്ച എല്ലാവരെയും സൈന്യാധിപന്മാർ പോളിഷ് സൈന്യത്തിൽ പിടിക്കപ്പെട്ട് വധിക്കപ്പെട്ടു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞത് അവിടെ കിടന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണോ എന്ന് തോന്നുന്നു ഈ ചിത്രം സന്യാസിമാർ പോയിട്ട് കണ്ടെടുക്കുകയാണ്. അപ്പോൾ ഒരു കുഴിയിൽ ഉപേക്ഷിച്ചിട്ടേക്കാണ് ചെളിയും മണ്ണൊക്കെ പുരണ്ടിട്ട്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് സന്യാസിമാർ ചിത്രം എടുക്കാൻ തുടങ്ങിയപ്പോൾ ചിത്രത്തിൻ്റെ അടിയിൽ നിന്ന് അത്ഭുതകരമായ ഒരു ഉറവ വന്ന് ഈ ചിത്രത്തിനെ സ്വയം കഴുകി വൃത്തിയാക്കി എന്നാണ് പറഞ്ഞത്. അത്ഭുതകരമായൊരു കാര്യം. ആ അത്ഭുത നീരുറവയുടെ സ്ഥാനത്ത് ജാസ്നോഗോരയുടെ താഴ്വരയിൽ ഒരു മരക്കുരിശ് സ്ഥാപിച്ച് പിന്നീട് അവിടെ വിശുദ്ധ ബാർബറയുടെ നാമത്തിൽ ഒരു പള്ളിയും പണിതു. ഈ ഉറവയിൽ കൂടെ അത്ഭുതകരമായ രോഗശാന്തികൾ, പ്രത്യേകിച്ച് കണ്ണിന് സൗഖ്യം കിട്ടുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുക. പിന്നീട് ഇറ്റാലിയൻ ചിത്രകാരന്മാർ ഈ മാതാവിൻ്റെ രൂപത്തുമേ ഉണ്ടായിട്ടുള്ള ഈ മുറിവ് പെയിൻ്റ് അടിച്ച് ഉണക്കാൻ ശ്രമിച്ചു. പക്ഷേ ബാക്കിയെല്ലാം നന്നായി. ഈ മുറിവ് മാത്രം ഉണങ്ങില്ല. അതും അടിക്കുന്ന പെയിൻറ്റ് താനേ പോവും. മുറിവ് വീണ്ടും പ്രത്യക്ഷപ്പെടും. അങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായി മാതാവിന് ഈ മുറിപ്പാടുകൾ മാറ്റാൻ ഇഷ്ടമില്ല. അതേപോലെ അതേ തടിയിൽ ഇത് മാറ്റമില്ലാതെ സംരക്ഷിച്ച് ഇത് ഇപ്പോൾ ആ ചിത്രം ഇപ്പോൾ മാതാവിൻ്റെ സ്ഥിതിശേഷിപ്പ് പോലെ വണങ്ങുന്നുണ്ട്. അതുകൂടാണ്ട് അതിൻ്റെ 3 പകർപ്പുകൾ ക്യാൻവാസിൽ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഈ പെയിൻറ് ചെയ്ത 3 ഇന്ന് സിലേഷ്യയിലെ ഗ്ലോഗോവെയ്ക്ക്, ക്രൊയേഷ്യയിലെ ലെപോഗ്ലാവ്, സോക്കൽ എന്നീ ദേവാലയങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഈ ചിത്രത്തിനെ കുറിച്ചുള്ള ചുരുക്ക അറിവ്. എന്തുകൊണ്ടാണ് അമ്മ ഈ മുറിവുകൾ ഉണക്കാതെ മനുഷ്യർ കാണുന്ന വിധത്തിൽ അത്ഭുതകരമായി വെച്ചിരിക്കുന്നത്? അമ്മ അനുഭവിച്ച വേദനകൾ മനുഷ്യരറിയാനും അമ്മ നമ്മുടെ വേദനകൾ കാണുന്നുണ്ടെന്ന് അറിയിക്കാനുമാണ്. അമ്മ ജീവിച്ചിരിക്കുന്ന ഒരമ്മ. കാരണം ദൈവം യേശു ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് അമ്മയും ജീവിക്കുന്നുണ്ട്. അമ്മ യേശുവിലേക്ക് മനുഷ്യരെ അടുപ്പിക്കാനായി പല സ്ഥലത്തും ഇതുപോലെ പല അത്ഭുതങ്ങളും കാണിക്കുന്നു. ഇതാണ് ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ചിത്രം. പ്രിയ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ അമ്മയുടെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് 2 ഓഡിയോ ആയിട്ട് തന്നിട്ടുള്ളൂ. പിന്നെ അത് ഇടാൻ എങ്ങനെയോ അത് മിസ്സായിപ്പോയി. അങ്ങനെ ഞാൻ ഈ മകൻ്റെ വീട്ടിൽ ചെന്നു. ഈ ആത്മീയ പരിചയമുള്ളൊരു മകൻ, 37 വയസ്സുള്ളൊരു മകൻ, അവിവാഹിതനാണ്. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളൊരു വിസ്മയ ലോകത്തെ എത്തിപ്പെട്ടിയ പോലെയാണ് ഞങ്ങൾ കണ്ടത്. കാരണം ആ മകനാണ് എനിക്ക് ഈ പിക്ചർ തന്നത് കേട്ടോ. അത് അവസാനം ഞാൻ പറയാം. ഇതാണ് മകൻ്റെ റൂം. അവിടെ ലോകത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഏതൊക്കെ പ്രത്യക്ഷ വികാരങ്ങളുണ്ടോ ആ സ്ഥലത്തെ റിയലായിട്ടുള്ള രൂപങ്ങളും ഫോട്ടോസാണ് ഈ മകൻ കളക്ട് ചെയ്യുന്നത്. ആ മകൻ്റെ അമ്മ പറയുമായിരുന്നു, ചെറുപ്പത്തിൽ കാറും ബസ്സൊന്നും മേടിച്ചു കൊടുത്താൽ ഇവൻ അതുകൊണ്ടൊന്നും കളിക്കില്ല, അവൻ ഇങ്ങനത്തെ ഉണ്ണീശോയുടെ രൂപം, മാതാവിൻ്റെ രൂപം ഇത് കളക്ട് ചെയ്യൽ പണ്ടേ ഉണ്ടായിരുന്നു. അത് വളർന്ന് ഇന്ന് വലിയൊരു ഉദ്യോഗസ്ഥനാണ്. നല്ല ശമ്പളം വാങ്ങുന്നൊരു മകൻ ശമ്പളം മുഴുവൻ ഇങ്ങനത്തെ പരിപാടിക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്.
ഇപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വേറൊന്നല്ല കാര്യം, ഇത് സെയിൽസ് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം, അതാണ് ആലോചിച്ച് ഇങ്ങനെയൊക്കെ പറയണത് വിറ്റ് പോകാനാണെന്ന്. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്കൊന്നും ഇത് ഈ രൂപം വിൽക്കാനോ അങ്ങനെ വിൽപ്പനയ്ക്കോ വെച്ചിട്ടുള്ളതല്ല. ഇതൊക്കെ വളരെ പ്രഷ്യസ് ആയിട്ട് സ്വർഗീയമായിട്ടുള്ള ചൈതന്യത്തോടു കൂടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും ആ മകൻ കൊണ്ടുവന്ന് വെച്ച് ബഹുമാനിക്കുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ മാതാവുകളെ നോക്കുകയായിരുന്നു. ആ ഉയരത്തിലുള്ള മാതാവ് ഇതാണ് ഷെസ്റ്റോക്കോവ, അവിടെയാണ് മാല ചാർത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ആ മകൻ ഞങ്ങൾ മടങ്ങിപ്പോരുമ്പോൾ ഒരു സമ്മാനം തന്നു. അത് ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ചിത്രമായിരുന്നു. നിങ്ങൾ നേരത്തെ നമ്മുടെ വീട്ടിൽ കൊളുത്തിട്ടത് ഞാൻ വീഡിയോ കാണിച്ചല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ മാതാവിനെ നോക്കി അന്തം വിട്ടിരിക്കുകയായിരുന്നു. അതിൽ ഉയരത്തിലുള്ള മാതാവിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇരുണ്ട മാതാവ്, അത് റുവാണ്ടയിലെ സെഗദാഷിക്ക് പ്രത്യക്ഷപ്പെട്ട കിബുഹോയിലെ മാതാവാണിത്. അത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ലാസ്ലേറ്റ് മാതാവ് അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. നിങ്ങൾ വിചാരിക്കരുത് ഇതിങ്ങനെ വിൽക്കാൻ കിട്ടും, ഇല്ല, ഒരിക്കലും കിട്ടില്ല. അത് അദ്ദേഹം തന്നെ ഒരു പ്രത്യേക പ്രചോദനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള രൂപങ്ങളാണ്. ഈ കുഞ്ഞു മാതാവ് കണ്ടോ ഇവിടെ കൈവരിച്ച്, അത് കാതറിൻ ലെബോറയുടെ മെഡലിൽ കാണുന്നതാണ്. ഇതൊക്കെ ഫാത്തിമ മാതാവ്. എല്ലാതൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ അറിയാവുന്നത് ഇത് ലാസ്ലേറ്റ്, ആ രാജ്യത്തിൻ്റെ ഡ്രസ്സ്, അതാത് രാജ്യങ്ങളുടെ ഡ്രസ്സിലാണ് അമ്മ വരിക. പിന്നെ ഈ കാതറിൻ ലെബോറയുടെ മാതാവ് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ച സ്ഥലത്ത് അത്ഭുതകരമായ മാതാവിൻ്റെ കാലിൽ നിന്ന് നീരുറവ പോലെ വെള്ളം വന്നു എന്നാണ് പറയുന്നത് കുറേ നാൾ. ഇത് വ്യാകുല മാതാവ്. കുറേ പിന്നെ ഒരു ബ്ലാക്ക് മെഡോണ നിൽക്കുന്നുണ്ട്. ഉണ്ണീശോൻ്റെ അടുത്തുള്ള മാതാവ്, ലൂർദ് മാതാവ്, അങ്ങനെ കുറേ വിശുദ്ധ ഷാർബലിൻ്റെ ഫോട്ടോ ഉണ്ട്. ഞങ്ങൾ ചെന്നവർ മുഴുവൻ അന്തം വിട്ട് നിന്ന് പോയി. ഇത് സ്വർഗത്തിലാണോ എത്തിയിരിക്കുന്നത്? വിവിധ തരം മാതാവുകൾ എവിടേക്കോ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഇത് ഈശോയുടെ മുഖം തിരുക്കച്ചയിൽ ആദ്യത്തെ എടുത്തിട്ടുള്ള ചിത്രീകരണം. അങ്ങനെ നല്ലൊരു സ്വർഗീയ സുഗന്ധവും സ്വർഗീയ ഫീലുള്ള ഒരു മുറി. ഇതൊക്കെ ഒറിജിനൽ ചിത്രങ്ങളാണ് ഈ മകൻ കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ മാതാവിൻ്റെ രൂപങ്ങളെ നോക്കി നിന്ന സമയത്ത് ആ മകൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് കൊണ്ടുപോക്കോ എൻ്റെ സമ്മാനമായിട്ട്. സ്വന്തം അമ്മേനെ നോക്കാൻ ജീവിതം സമർപ്പിച്ച് നിൽക്കുന്നൊരു മകനാണ്. അപ്പോൾ സ്വർഗീയ അമ്മ പല രൂപത്തിൽ ഈ മകൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിശയം. എന്തായാലും ഞങ്ങളവിടെ ഇരുന്നൊരു 3 നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചെല്ലാനും നേരം കിട്ടിയുള്ളൂ. അപ്പോൾ പെന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധ അമ്മ എനിക്ക് തന്ന സമ്മാനമായിട്ടാണ് ഞാൻ ഈ ഷെസ്റ്റോക്കോവ മാതാവിനെ കാണുന്നത്. മാത്രമല്ല അത് എനിക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണെന്ന് തോന്നുന്നു. 2 ഓഡിയോ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തന്നിട്ടുള്ളൂ. ഇനിയും വലിയ അത്ഭുതങ്ങൾ, ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ പറയണം എന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. അപ്പുറത്തിരിക്കുന്ന മാതാവ് ഉണ്ണീശോന് അത് എവിടെയാണ്, യുഗോസ്ലോവിയ അങ്ങനെ എന്തോ ഒരു രാജ്യത്തുള്ളതാണ്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ശരിക്കും കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതിൽ എനിക്കങ്ങനെ എല്ലാം ഓർമ്മയൊന്നുമില്ല. ഞാനങ്ങനെ ഇതെല്ലാം നോക്കിക്കണ്ട് ആസ്വദിച്ചു. ഇത് ഷാർബൽ പുണ്യവാനാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോഴും സുഗന്ധം വമിക്കുന്നുണ്ട്. പിന്നെ പോളണ്ടിലെ സിസ്റ്റർ ഫൗസ്റ്റീനാമ്മയുടെ അത് എൻ്റെ വീട്ടിലുണ്ട്. അത് പോളണ്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നത്. പിന്നെ ഓരോരോ മാതാവുകൾ, ഞാനെടുത്ത വീഡിയോ ഒന്നല്ല, അച്ഛമ്മോൻ വന്നതുകൊണ്ട് അമ്മോനോട് പറയുക ഇതൊക്കെ ഒന്ന് എടുക്ക്, എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമല്ലോ എന്ന്. അങ്ങനെ ഉണ്ണീശോയുടെ രൂപ അതൊക്കെ ഒറിജിനൽ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് വരുത്തി വയ്ക്കുന്നതാണ്, അല്ലാതെ രൂപം വിൽപ്പനയല്ല കേട്ടോ. ഇന്ന് പലയിടത്തും പല രൂപങ്ങളും അച്ചെടുത്ത് വാർത്ത് വിൽക്കുന്നുണ്ട്. മാതാവ് വിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലെ രൂപങ്ങൾ വരെ അച്ചില്ലാതെ നമ്മുടെ ശൈലിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് മാതാവിന് ഇഷ്ടമല്ല അങ്ങനെ വിൽപ്പന നടത്തുന്നത്. ഒരു പുണ്യസ്ഥലത്ത് അവിടെയുള്ളൊരു ഫാദർ എന്നോട് അറിയിച്ചു, ഇങ്ങനെ രൂപങ്ങൾ വിൽക്കരുത് എന്നാണ് അവിടെ സന്ദേശം കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതൊന്നും അറിയാണ്ട് നിങ്ങളുടെ നാട്ടിലിപ്പോൾ രൂപങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ടല്ലോ എന്ന്. അത് നമുക്കറിയില്ലല്ലോ, അതറിയാണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യണേ. അത് ഒരു ബിസിനസ്സാക്കി മാറ്റിയിട്ടുള്ളവരുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇത് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ രൂപം, അത്ഭുതകരമായ രൂപം ആലിച്ചേച്ചിയുടെ വീട്ടിലുണ്ട്. അത് അത്ഭുതകരമായി തന്നെ മാതാവ് അവിടെ ഇടപെടുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്വർഗീയമായ സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടു. എനിക്കത് വലിയ സന്തോഷമായി.
മാത്രമല്ല വീഡിയോയിൽ വരണ്ട എന്നും പേരും അഡ്രസ്സൊന്നും പുറത്ത് പറയണ്ട എന്നും പറഞ്ഞതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. റിയലായിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു ഭക്തനായി ജീവിക്കുക. മാത്രമല്ല ഇദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷ, ഈ ഒറിജിനൽ രൂപങ്ങളൊക്കെ നമ്മൾ ഫാത്തിമ മാതാവിനെ കൊണ്ടുവന്നു ഒരു സ്ഥലത്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോ എന്നൊക്കെ കേൾക്കില്ലേ ഓരോ പള്ളികളിൽ. അങ്ങനെ ഓരോ പള്ളികളിലേക്കും ആശ്രമങ്ങളിലേക്കും സെമിനാരികളിലേക്കും പ്രാർത്ഥനയ്ക്കായിട്ട് ഈ രൂപങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടുപോകും. ആ സമയം കഴിയുമ്പോൾ ഇവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഇടയിലാണ് കാതറിൻ ഡെബോറയുടെ ആ ചെറിയ രൂപം വെച്ച സ്ഥലത്ത് സിസ്റ്റേഴ്സ് പറഞ്ഞ് കാലിൽ നിന്ന് തൃപ്പാദത്തിൻ്റെ അവിടെ നിന്നും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നാണ്. അത് പലർക്കും സൗഖ്യം കൊടുത്തു എന്ന്. അന്നതങ്ങനെ സംഭവിച്ചു, അത് കഴിഞ്ഞു. പിന്നെ അത് നിരന്തരമായിട്ടുണ്ടാകില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ളൊരു ട്രെൻഡ്, സുഗന്ധ ഓയിൽ വരുന്നു, അങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറയും. അതൊരു പ്രാവശ്യം വരും, മാതാവ് അടയാളത്തിന് കാണിക്കും. അങ്ങനെ പിന്നീട് അത് അവർ സ്ഥിരമാക്കി മാറ്റും. അതിന് ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ നന്മയെപ്പോലും സത്യത്തിനെ പോലും മനുഷ്യർ വിശ്വസിക്കാതിരിക്കാൻ പിശാച് തന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ് ഇവിടെ. പല സ്ഥലത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട് പല അനുഭവങ്ങളും പല വീടുകളിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊരു സമയത്തേക്കുള്ള, അത് കഴിഞ്ഞാൽ നിർത്തി. അത് ആ പ്രദേശത്തെ ആളുകളുടെ വിശ്വാസത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷേ പിന്നീട് ചില സ്ഥലങ്ങളിൽ അത് വരാതാകുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് സാധനങ്ങൾ ഒഴുക്കി അമ്മ ഒഴുക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അത് സഭ കണ്ടുപിടിക്കുന്നുണ്ട്. ചിലർ ഇപ്പോഴും ആ തന്ത്രങ്ങളിലൊക്കെ പെട്ടുപോകുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എല്ലാം മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ വിവേചനവരം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇതിനെയെല്ലാം നോക്കിക്കാണണം. പണമോ പ്രശസ്തിയോ ഒന്നും പിന്നിൽ ലക്ഷ്യം വയ്ക്കാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ ദൈവം പ്രവർത്തിക്കുന്നുമുണ്ട്. അത് സഭ തന്നെ നമ്മളോട് പറയും, ഇന്ന സ്ഥലങ്ങളാണ് സഭയുടെ കീഴിലുള്ളത്. അത് വിചാരിച്ച് സഭ വിശ്വാസസത്യമായി അംഗീകരിച്ചു എന്നൊന്നും പറയരുത്. അത് വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ വിളക്കന്നൂർ വന്ന അത്ഭുതം തന്നെ നമുക്കറിയാം. 13 വർഷം പഠിച്ചതിന് ശേഷമാണ് സത്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ ഈ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ സത്യങ്ങൾ തന്നെയാണ് കേട്ടോ. എല്ലാം പ്രത്യക്ഷപ്പെട്ട് സഭ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാനതിനെക്കുറിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു ഫോട്ടോ എനിക്ക് അന്ന് സമ്മാനമായിട്ട് കിട്ടി. ഞാനപ്പോൾ അത് എൻ്റെ പ്രാർത്ഥനാ സ്ഥലത്ത് കൊളുത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു മുന്നറിയിപ്പ്, ഒരു വാണിംഗ് ആണ്. അതായത് ഞാൻ ആ ഷെസ്റ്റോക്ക മാതാവിനെ കുറിച്ച് പൂർണ്ണമാക്കിയില്ല. അതുകൊണ്ട് മാതാവ് പെന്തക്കുസ്ത തിരുനാളിൽ എനിക്ക് പരിശുദ്ധാത്മാവ് തന്നൊരു സമ്മാനമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദുഃഖിച്ചിരിക്കുന്ന അമ്മ അല്ലേ, ആ ക്രൂരന്മാരെ അമ്മയുടെ മുഖത്ത് വാളെടുത്ത് വെട്ടിയതാണ് ആ 2 മുറിവുകൾ കാണുന്നത് നീളത്തിലുള്ളത്. അമ്മയെ ആശ്വസിപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഈശോയുടെ ഇഷ്ടമനുസരിച്ച് നടക്കണം. നമുക്ക് എന്നാ പറ്റുക മുഴുവനായിട്ട് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ? നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം. അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, ഈശോയെ സന്തോഷിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് പെന്തക്കുസ്ത തിരുനാളല്ലേ, പരിശുദ്ധാത്മാവിനോട് നമുക്ക് യാചിക്കാം. ഈശോ പീഡിപ്പിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇപ്പുറത്ത്. ഇവിടെ അമ്മ പീഡിപ്പിക്കപ്പെട്ട ഫോട്ടോയാണ് ഇവിടെ. അപ്പുറത്ത് മാലാഖമാരുണ്ട്. ഈ ഈശോയുടെ പീഡിപ്പിക്കപ്പെട്ട ആ ഫോട്ടോ ഉണ്ടല്ലോ അമ്മയുടെ ഇപ്പുറത്ത്, അത് ഞാനൊരു വലിയ ചതിയിൽപ്പെട്ട് നോർത്ത് ഇന്ത്യയിൽ പോയിരിക്കുന്ന സമയത്ത് ആ ചതി കണ്ട് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ഫാദർ എനിക്ക് തന്ന സമ്മാനമാണ്. ഞാൻ എപ്പോൾ ചതിയിൽപ്പെട്ടോ മനസ്സ് വിഷമിക്കുന്ന സമയത്ത് എനിക്ക് ഓരോ ഫോട്ടോസ് ഓരോരുത്തർ തരും. ഞാൻ പറയുകയാണ്, ഈ ഫോട്ടോയും ഈ മകൻ തന്നതാണ്. ഈ ഇപ്പോൾ മീമാസ് റാണി എന്ന് പറയുന്ന ഒരു പയ്യൻ ഇപ്പോൾ അടുത്ത് വന്നപ്പോൾ അവൻ്റെ വാട്സപ്പിൽ നിന്ന് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ അതെനിക്കിഷ്ടപ്പെട്ടു. ഞാനത് പിക്ചറാക്കി എടുത്തതാണ്. ഇതൊക്കെ ഒരു രൂപം പോലൊരു ഫോട്ടോ പോലും പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതല്ല. ഓരോ സഹനങ്ങൾ കഴിയുമ്പോൾ ഓരോരുത്തർക്ക് ദർശനം കിട്ടി ഓരോരുത്തർ തരുന്ന രൂപങ്ങളാണ് പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഒക്കെ തന്ന രൂപങ്ങളാണ് ഞാൻ. ഇവിടെയും രൂപം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതല്ല. പിന്നെ ഇങ്ങനെ കാണുന്നവരും ഇതിനെ അപലപിക്കുന്നവരും ധാരാളമുണ്ട്. അത് നമുക്കൊരു പ്രശ്നമല്ല, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മയുടെ ചിത്രത്തെ കൈവച്ചവർക്ക് കിട്ടിയ അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. അമ്മയെ തൊട്ടാൽ ഈശോയെ തൊട്ടതുപോലെയാണ്. അമ്മ വ്യാകുലയായ അമ്മയാണ്.
ഈശോയുടെ വേദനകളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്. അമ്മയ്ക്ക് പ്രശസ്തി വേണ്ട, പണം വേണ്ട, ഒന്നും വേണ്ട. അമ്മ പറയും, ഈശോയെ അനുസരിക്ക്, അവനെ വേദനിപ്പിക്കല്ലേ എന്ന്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ആമേൻ.